ഏതായാലും കഴിഞ്ഞ കുറെ ദിവസങ്ങളായി ഇന്ത്യയെ കോപ്പി പേസ്റ്റ് ചെയ്യുകയാണ് പാക് ഭരണകൂടം. അതിന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം നമ്മുടെ പ്രധാനമന്ത്രി ഈ സൈനിക താവളങ്ങൾ മറ്റും സന്ദർശിക്കുകയും സൈനികരോട് സംസാരിക്കുകയും ഒക്കെ ചെയ്തതിന്റെ ദൃശ്യങ്ങളടക്കം ലോകമാധ്യമങ്ങളിൽ വന്നതാണ്. അതിന് തൊട്ടു പിന്നാലെ തന്നെ പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് അദ്ദേഹം സൈനിക ക്യാമ്പിൽ ചെല്ലുകയും ടാങ്കുകൾക്ക് മുകളിൽ നിന്ന് ഈ ചിത്രങ്ങളും മറ്റും പകർത്തി അത് വലിയ രീതിയിൽ പ്രചരിപ്പിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അതിന് തൊട്ടു പിന്നാലെ ഇന്ത്യ ഇപ്പോൾ പ്രതിപക്ഷ കക്ഷികളുടെ നേതാക്കന്മാരെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു പ്രതിനിധി സംഘത്തെ വിവിധ രാജ്യങ്ങളിലേക്ക് അയക്കുകയാണ്. ഭീകരവാദത്തിനെതിരെ എന്താണ് ഇന്ത്യയുടെ നിലപാടെന്ന് ലോകരാജ്യങ്ങളെ അറിയിക്കുന്നതിന് വേണ്ടിയിട്ടാണിത്. ഈ ഒരു ആശയം വീണ്ടും പാകിസ്ഥാൻ കോപ്പി പേസ്റ്റ് ചെയ്തിരിക്കുന്നു. ഇപ്പോൾ അവരും അതേ ഒരു നീക്കം നടത്താനുള്ള തീരുമാനമാണ്. ഇതിന്റെ ഭാഗമായിട്ട് നവാസ് ഷെരീഫ് ബിലാവൽ ഭുട്ടോയെ ക്ഷണിച്ചിരിക്കുന്നു. ലോകം എല്ലായിടത്തും നമ്മൾ ചെല്ലണം, അവിടെ ഇന്ത്യ പറയുന്നത് പോലെ തന്നെയുള്ള കാര്യങ്ങൾ അവതരിപ്പിക്കണമെന്ന്. പക്ഷേ പാകിസ്ഥാനാണ്, ഇന്ത്യ അല്ല എന്നുള്ള കാര്യം ഒരിക്കൽ കൂടി അന്തർദേശീയ മാധ്യമങ്ങൾ ഓർമ്മിപ്പിക്കുന്നു. കാരണം ഇന്ത്യയിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും രാജ്യത്തിന്റെ വിഷയങ്ങളിൽ ഏക മനസ്സാണ്. എങ്കിൽ പാകിസ്ഥാനിൽ പരസ്പരം തമ്മിൽ നിൽക്കുന്ന രാഷ്ട്രീയ പാർട്ടികളാണ്. ഇവിടെ ഇമ്രാൻഖാന്റെ പാർട്ടിയൊക്കെ ഏത് രീതിയിൽ ഈ ഒരു പ്രസ്താവനയോട് പ്രതികരിക്കുമെന്ന് കണ്ടു തന്നെ അറിയണം. അതുമാത്രവുമല്ല, പാകിസ്ഥാൻ വിദേശ രാജ്യങ്ങളിൽ ചെന്ന് അവതരിപ്പിക്കാൻ സാധ്യതയുള്ളത് ഇരവാദമാകും. ഇന്ത്യ തങ്ങളെ തകർത്തുവെന്നും തങ്ങളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ തകർത്തുവെന്നും യാതൊരു കാരണവുമില്ലാതെ ഇന്ത്യയുടെ ഭാഗത്തും ഭീഷണി തുടരുന്നു എന്നും ഒക്കെയുള്ള ഒരു ഇരവാദമാണ്. അത് പലപ്പോഴും പലയിടത്തും നാം കണ്ടിട്ടുള്ളതാണ്. ആദ്യം ചൊറിയുക, പിന്നീട് ഇരന്നു വാങ്ങുക, പിന്നീട് അത് ഇരവാദമാക്കി ലോകങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുക എന്നുള്ളതാണ്. ഏതായാലും പാകിസ്ഥാനുമാ നീക്കം. ഇന്ത്യ എന്ത് ചെയ്യുന്നു അത് കോപ്പി പേസ്റ്റ് ചെയ്യുകയാണ് ഇപ്പോൾ ഷഹബാസ് ഷെരീഫും അവരുടെ ഗ്രൂപ്പും. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.